കോൺഗ്രസിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നിരിക്കുകയാണ്. ഈ രാഹുലിൻ്റെ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇത് ഉയർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അല്ല, എനിക്ക് തോന്നുന്നു അത് കൃത്യമായൊരു ഹർജിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ, അതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം പലരും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ തന്നെ ഒരു ബംഗ്ലാദേശ് മോഡൽ അല്ലെ, ആ രീതിയിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി തന്നെ കുറയ്ക്കാൻ കഴിഞ്ഞാൽ ജനങ്ങൾ തെരുവിലിറങ്ങും. അവർക്ക് പോലീസിനെ വിശ്വാസമില്ല, അവർക്ക് പട്ടാളത്തെ വിശ്വാസമില്ല, ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ വിശ്വാസമില്ല, തെരഞ്ഞെടുപ്പിനെ വിശ്വാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായി അരാഷ്ട്രീയവാദം വളർന്ന് അവിടെ ജനങ്ങൾ തെരുവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി കുറച്ചു നാളുകളായി പ്രയോഗിക്കുന്ന അടവ്. സൈനികർ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയാൽ അദ്ദേഹത്തിന് ഒരു എതിർപ്പ് പ്രകടിക്കും. എന്തോ ഒരു ചൊറിച്ചിൽ പോലെ അദ്ദേഹത്തിന് നാം കണ്ടിട്ടുണ്ട്. തെളിവ് ചോദിക്കും. അപ്പോൾ ഏറ്റവും അവസാനം പിന്നീട് ഇദ്ദേഹം ഒരു ജനങ്ങളെ പറ്റിക്കാനായി ഭരണഘടന എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഭരണഘടന എന്ന് പറഞ്ഞ് നടക്കുന്നത് തെറ്റല്ല, പക്ഷെ അതിൽ പറയുന്നത് അനുസരിക്കണം. അല്ലാതെ വെറുതെ ഒരു പുസ്തകം കൊണ്ട് നടന്നിട്ട് വെറുതെ ബുക്ക് ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാപനങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്. ഇദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നിരന്തരം വിമർശിക്കുന്നത്? ഇങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കും. ഇന്ത്യയിലെ ജനങ്ങൾ, അത് BJP-യോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ മാവോയിസ്റ്റ് CPML വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ, അവരും ഇന്ത്യയുടെ ഭാഗമല്ല. അവരാരെങ്കിലും പുറത്താക്കുന്നുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നു. ഇവിടെ SDPIക്ക് സീറ്റുകൾ ലഭിക്കുന്നില്ലേ? SDPI കേരളത്തിൽ തന്നെ എത്രത്തോളം ജനപ്രതിനിധികളുണ്ട്? 100-ലധികം ജനപ്രതിനിധികളില്ലേ? അവരെ പിടിച്ച് എല്ലാവരും ജയിലിലാക്കുകയാണ്. അങ്ങനെയല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൽ എല്ലാവർക്കും അതിൻ്റെതായ ഇടമുണ്ട്, സ്വാധീനമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കാനുള്ളത്? അതിൻ്റെതായ ഇതുണ്ട്. സുപ്രീം കോടതി ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയെ ബോധ്യമാക്കുക, അല്ലെങ്കിൽ തെളിവുകൾ നിരത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സമീപിക്കുക. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് നേരായ മാർഗങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ അതിൽ നീതി കിട്ടില്ല, അത് BJP-യുടെ സ്ഥാപനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകൂ, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കൂ. അതിന് കഴിയില്ല, ഒരു പരാതി നൽകാൻ കഴിയില്ല, വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടിയെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കണം, ആ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യമുണ്ട്, ഈ സുപ്രീം കോടതിയിൽ ഹർജി വന്നത് ഇപ്പോഴാണ്. പക്ഷെ നമുക്കറിയാം, ഒരു 10-20 വർഷമായി പൂർണ്ണമായി തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഹർജി പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോടതി പരിഗണിക്കും മുൻപ് തന്നെ ഈ ജനങ്ങൾ ഹർജി പരിഗണിച്ചത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ പാർട്ടി ഇല്ല. അതോടൊപ്പം തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ ജമ്മു കാശ്മീരിലില്ല, ഗുജറാത്തിലില്ല, മഹാരാഷ്ട്രയിലില്ല, ഒറീസയിലില്ല. അധികാരത്തിൽ നിന്ന് വളരെ അകലെയാണ് അവിടെ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു കാലത്ത് അവിടെ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർച്ചയായി തന്നെ 20-30 കൊല്ലം വിജയിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെല്ലാം ഈ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ഇപ്പോൾ അവിടെയെല്ലാം മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, അവിടെയൊന്നും കോൺഗ്രസ് മരുന്നിന് പോലും ഇല്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഒരു വലിയ പാർട്ടിയായിരുന്ന അതിന്റെ ഒരു രജിസ്ട്രേഷൻ ജനങ്ങൾ കുറച്ച് നാളുകളായി തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അവർ ആ സ്ഥലത്തേക്ക് പുതിയ പാർട്ടികളെ കൊണ്ടുവന്നു. അത് പ്രാദേശിക പാർട്ടികളുണ്ട്. നമുക്ക് പറയാം അത് BJP മാത്രമെന്ന്. BJP മാത്രമല്ല, ഡൽഹിയിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയത് BJP അല്ല, അത് AAP ആണ്. പഞ്ചാബിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയത് BJP അല്ല, AAP ആണ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയത് BJP അല്ല, അത് SP-യും BSP-യും ആണ്. ബീഹാറിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയത് BJP അല്ല, അവിടെയുള്ള RJD-യും JDU-വുമാണ്. അങ്ങനെ ഓരോ ബംഗാളിലും അത് തന്നെയാണ്, തമിഴ്നാട്ടിലും അത് തന്നെയാണ് സംഭവിച്ചത്. അല്ലാതെ ഇപ്പോ പറയും പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുമായി ഞങ്ങളെ കൈകാര്യം ചെയ്യാനായി, കോൺഗ്രസിനെ കൈകാര്യം ചെയ്യാനായി ഫാസിസ്റ്റായ നരേന്ദ്രമോദി രംഗത്ത് വരുന്നു. അദ്ദേഹം പറയുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം, അത് ജനാധിപത്യത്തിൽ ശരിയാണോ എന്ന്. പക്ഷെ ഈ സ്ഥലങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ അറിയാം, ഈ BJP ഉള്ളിടത്ത് കോൺഗ്രസ് ഉണ്ട്, പക്ഷെ BJP ഇല്ലാത്തടത്ത് പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. ഇല്ല, തമിഴ്നാട് പരിശോധിക്കും, അവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് പ്രാദേശിക പാർട്ടികളാണ്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് പരിശോധിക്കും, ആന്ധ്രാപ്രദേശിലെ ഒരു കാലത്ത് ഈ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു അവിടെ, അല്ലെ? പൂർണ്ണമായും സീറ്റുകൾ 40 ഉണ്ടെങ്കിൽ 40 സീറ്റുകളും കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു.
അവിടെ BJP അല്ല പരാജയപ്പെടുത്തിയത്, തെലങ്കാനയിൽ BJP അല്ല പരാജയപ്പെടുത്തിയത്, ബീഹാറിൽ BJP അല്ല പരാജയപ്പെടുത്തിയത്, ഉത്തർപ്രദേശിൽ BJP അല്ല, ജമ്മു കാശ്മീരിൽ BJP, അങ്ങനെ ബംഗാളിൽ, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും എടുത്തു നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ അനാവശ്യമായ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇന്ത്യയോട് താല്പര്യമില്ല, അദ്ദേഹത്തിന് താല്പര്യം വിദേശ രാജ്യങ്ങളാണ്, വിദേശ രാജ്യങ്ങൾ പറയുന്നത് മാത്രമേ അദ്ദേഹം വിശ്വസിക്കുകയുള്ളൂ. ഇന്ത്യയുടെ രാഷ്ട്രീയക്കാർ, ഇന്ത്യയുടെ ഭരണ സംവിധാനവും ഇന്ത്യയുടെ കോടതിയും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് നെഹ്റു കുടുംബത്തിന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നെഹ്റു കുടുംബത്തിന്റെ പെട്ടിപിടിക്കുന്ന നേതാക്കളാണല്ലോ കൂടെ ഉള്ളത്, അവർക്കും വലിയ രീതിയിൽ ഇത് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനൻ തീരുമാനിച്ചു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന തീരുമാനത്തിൽ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ ദയനീയമായ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. 2014 മുതൽ ഇപ്പോൾ ഈ തുടർച്ചയായ തന്നെ പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? 2004 മുതൽ 2014 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ്. നിരന്തരം ഈ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുകയും അതിനെ ന്യായീകരിക്കുകയാണ്. പിന്നീട് പിന്നെ ജനങ്ങളുടെ മറ്റൊരു ബുദ്ധിമുട്ടാണ്, ഏതെങ്കിലും ഒരു നേതാവ് വളർന്നു വന്നാൽ പിന്നെ അവന്റെ മക്കളെയും കൂടി ജനങ്ങൾ നോക്കിക്കണം, അങ്ങ് ഏൽപ്പിക്കുകയാണ്. അതെ, കുടുംബവാഴ്ചയായിട്ട് ഒരു നേതാവിനെ വിജയിപ്പിച്ചാൽ പിന്നീട് വരുന്നത് അവന്റെ മക്കളായിരിക്കും. അതല്ല ഏത് പാർട്ടിയുടെ രീതിയാണ്? അതല്ല ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ വോട്ടിലൂടെ മറുപടി നൽകുന്നത്. അങ്ങനെ വോട്ടിലൂടെ കൃത്യമായി മറുപടി നൽകിയപ്പോൾ ഇദ്ദേഹത്തിന് സംശയം. ആദ്യം EVM-ഉമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ വന്നിരുന്നു അദ്ദേഹം, അതിൽ മുഴുവൻ കള്ളത്തരങ്ങളാണ്, ക്രമക്കേടാണെന്ന്, BJP-ക്കാണെന്ന് അത് തെളിഞ്ഞപ്പോൾ പറയുകയാണ് ഇപ്പോൾ വോട്ട് ചോരി. ഈ വോട്ട് ചോരിയല്ല ഇത് ആദ്യ സംഭവമല്ലല്ലോ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇതെല്ലാം എല്ലാ കാലത്തും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ട്. ഇതെല്ലാം കൃത്യമായി എന്താ കോൺഗ്രസ് പാർട്ടിക്ക് അത് 10-60 കൊല്ലം ഇവരുടെ കയ്യിലായിരുന്നു. അല്ല, അങ്ങനെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉള്ളപ്പോൾ പോലും വോട്ട് ചെയ്യുന്ന അവസരത്തിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അവിടെ ആ അവസരങ്ങൾ വിനിയോഗിച്ച് കള്ള വോട്ടാണെങ്കിൽ അത് തടയാം. സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ അതിനെ ഈ ഇരട്ട വോട്ടും അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ടവരുടെ വോട്ടുകൾ ഈ ലിസ്റ്റിൽ ഉണ്ടാകുന്നത് എല്ലാം ഈ 2014 മുതൽ ഉണ്ടായതല്ലല്ലോ. ഈ 2014 മുൻപും ഒരു ഇന്ത്യ ഉണ്ടായിരുന്നല്ലോ. ആ കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, വോട്ടർ പട്ടികയുണ്ട്. ആ കാലത്തിൽ ഇത് ശരിയായിരുന്നു, അതിന്റെ ഒരു തുടർച്ചയായിരുന്നു. അങ്ങനെ വിമർശിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തു, കോൺഗ്രസ് ഒരു തെറ്റ് ചെയ്തു, ഇപ്പോൾ നിങ്ങൾ അത് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കാം. അല്ലാതെ ഇത് ആദ്യ സംഭവം പോലെ ഇത് 2014 ശേഷമാണ് ഇത് കുഴപ്പങ്ങളെല്ലാം ഉണ്ടായെന്ന് വിമർശിക്കുന്നതാണ് നട്ടലില്ലാത്ത രാഹുൽ ഗാന്ധി എന്ന് വിമർശിക്കുന്നതും എനിക്ക് VS അച്യുതാനന്ദന്റെ ഓർമ്മ വരുന്നത്. അമൂൽ ബേബിയാണ് ഇദ്ദേഹം. അമൂൽ ബേബി 2014 മുതൽ അവതരിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപുള്ള വലിയ രാഷ്ട്രീയ ചരിത്രമുണ്ട്. നാം എടുത്തു നോക്കിയാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ എത്ര കൊല്ലം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് ഈ പാർട്ടിയാണ്. ഇവരുടെ കയ്യിലായിരുന്നു. അന്ന് എന്തുകൊണ്ട് ഇവർ ശരിയായില്ല? ഇവർ പലരും പറയുമല്ലോ, നെഹ്റു അണക്കെട്ടുകൾ നിർമ്മിച്ചു, പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു. അതുപോലെ ഇതും പറയാമായിരുന്നല്ലോ. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളാണ് ഇത്രയും മികച്ച രീതിയിൽ ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാ? അത് അംഗീകരിക്കണം. ഞങ്ങൾ അണക്കെട്ട് കൊണ്ടുവന്നു, പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു, വികസനങ്ങൾ കൊണ്ടുവന്നു, റെയിൽവേ കൊണ്ടുവന്നു, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ മികച്ചൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല? അത് കോൺഗ്രസ് പാർട്ടിയും കൂടി ആ വീഴ്ച സമ്മതിക്കേണ്ട ആവശ്യകതയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി സുപ്രീം കോടതി മുന്നോട്ട് പോകും. മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം ഞെട്ടുന്നത് കേരളത്തിലെ CPM ആയിരിക്കും. അവർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുകയാണ്. ഇപ്പോൾ തന്നെ ഇടക്കാലത്ത് തന്നെ 6 പാർട്ടികളുടെ രജിസ്ട്രേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉയർന്നു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.